Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് എവിടെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഇതുവരെയും സെലക്ഷൻ ടെസ്റ്റ് വരെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? 1 മിനിറ്റ് ഞാൻ ഷെയർ ചെയ്യട്ടെ, ഇമേജ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. 1 മിനിറ്റ് ഷെയർ ചെയ്യട്ടെ. നോക്കാം കേട്ടോ, എല്ലാവരും നോക്കാം. സെലക്ഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റിന്റെ മറ്റൊരു നെയിം എന്താണ്? സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഓക്കെ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തു? ലാസ്റ്റ് ക്ലാസ്സിൽ വന്ന് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുക്കാത്ത പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായില്ലേ? 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്, ഞാനത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മുടെ നമ്മുടെ ഈ ബാച്ചിലേക്ക് അല്ലായിരുന്നു, വേറൊരു ബാച്ചിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കമ്പൈൻഡ് ആയി പോയതാണ്. അപ്പൊ ഞാൻ ഇന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുതിയ മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, പുതിയത് കേട്ടോ. ഓക്കെ, എന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആണത്, സോറി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് സെലക്ഷൻ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ്? സെലക്ഷൻ ടെസ്റ്റ് ആണ്. നമ്മൾ സെലക്ഷന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സ്റ്റാൻഡേർഡ് മെഷർ ഓഫ് ബിഹേവിയർ ആണ്. അതേപോലെ തന്നെ കമ്പയർ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ്. ഓരോ വ്യക്തിയുടെയും ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് കമ്പയർ ചെയ്യുന്നു. ദെൻ നമ്മൾ പറയുന്നു എന്താണ് ഇൻഡിവിജ്വൽ ബിഹേവിയർ, പെർഫോമൻസ്, ആറ്റിറ്റ്യൂഡ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി സെലക്ഷൻ ടെസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ്? ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക് എന്താണ്? ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. മാക്സിമം ഞാൻ ഇന്ന് ഈ ഫുൾ ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഈ ടെസ്റ്റിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഒറ്റ ക്ലാസ്സിൽ തരാൻ നോക്കാം. ഓക്കെ, ചിലപ്പോ മോക്ക് ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് അല്ലേ സാധാരണ തരാറുള്ളത്. സെലക്ഷൻ ടെസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ഞാൻ തരാം. നിങ്ങൾക്കത് കൂടുതലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനൊക്കെ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, മാക്സിമം ഞാൻ അങ്ങനെ തരാം. അപ്പൊ നമ്മൾ ഒത്തിരി ടെസ്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് ടെസ്റ്റിന് നമുക്ക് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 5 ആയിട്ട് മെയിൻ ഹെഡിങ്സ് ക്ലാസിഫൈ ചെയ്യാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി, ഒരു വ്യക്തിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അച്ചീവ്മെന്റ് ടെസ്റ്റ്, ആ വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും പാസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ നേടിയിട്ടുണ്ടെന്നുള്ളതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ദെൻ ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ആ വ്യക്തിയുടെ ലൈക്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്. ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി, ബിഹേവിയർ, അതേപോലെ ഓരോ ഇമോഷൻസും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിൽ വരുന്നത്. 5th ആണ് സിറ്റുവേഷൻ ടെസ്റ്റ്. ഓരോ സിറ്റുവേഷനിലും ആ വ്യക്തി എങ്ങനെ പെരുമാറും, സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ് സിറ്റുവേഷൻ ടെസ്റ്റിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മള് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞായിരുന്നു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. നോക്കാം. It is a test designed for evaluating growth level achieved by somewhat similar and clear stated capabilities. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഗ്രോത്ത്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അക്യൂർ ചെയ്തിരിക്കുന്നത്. മേ ബി നമ്മളൊരു
സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും അക്യൂർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാണ്. These capability may include the presentation of dimensions, numerical ability or emotional ability. ഇതില് ഡിഫറെന്റ് ഡയമെൻഷൻസ് പറയുന്നുണ്ട്. എങ്ങനെ ഡയമെൻഷൻസ് പ്രസന്റ് ചെയ്യണം, ന്യൂമറിക്കൽ എബിലിറ്റി എന്തോരുണ്ട്, ഇമോഷണൽ എബിലിറ്റി എങ്ങനെയുണ്ട്. These tests aims at evaluating capability of individual. ഒരു വ്യക്തിയുടെ എബിലിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യാണ്. ഓർ ഹിഡൻ ദ എബിലിറ്റി ടു ലേൺ വാട്ട് ഹാസ് ബീൻ ഗിവൺ ടു ഹിം. അതേപോലെ തന്നെ ആ വ്യക്തിയിൽ എന്തെങ്കിലും എബിലിറ്റി, ഹിഡൻ ആയിട്ടുള്ള എബിലിറ്റി ഉണ്ടോ, അതെന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് പ്രൊവൈഡ് പ്രോപ്പർ ട്രെയിനിങ്, അതേപോലെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് ഹിഡൻ ആയിട്ടുള്ള എബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്ത്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ പേഴ്സണൽ കപ്പാസിറ്റി ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ പേഴ്സണൽ കപ്പാസിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരുടെ ഹിഡൻ ആയിട്ടുള്ള എബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ദെൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ എന്താ പറയാ ഫ്യൂച്ചറിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഭാവിയിലേക്ക് നമുക്ക് അവരെങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, ഭാവിയിലേക്ക് അവരെ ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ച് ആണ്. അത് നമുക്ക് ഭാവിയിലേക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ അച്ചീവ്മെന്റ്സ് ഇപ്പൊ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ദീസ് ടെസ്റ്റ് ആർ കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്നത് ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. എന്താണ് ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്? ഇന്റലിജൻസ് ടെസ്റ്റിൽ വരുന്നത് റീസണിങ്, കോംപ്രിഹെൻഷൻ ആൻഡ് ജഡ്ജ്മെന്റ്. ഒരു നോക്കാട്ടോ. These tests are made for the purpose of evaluating various mental tasks. Various ആയിട്ടുള്ള mental tasks evaluate ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റലിജൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ റീസണിങ് വരുന്നുണ്ട്, കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്, ജഡ്ജ്മെന്റ് ടൈപ്പ് വരുന്നുണ്ട്. നിങ്ങൾ PSC എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അതിൽ റീസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, ജഡ്ജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കോംപ്രിഹെൻഷൻസ് ഉണ്ടാവും. അല്ല അവരുടെ ഓരോരുത്തരുടെയും എബിലിറ്റി നമ്മൾ മെന്റൽ എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യാണ്. An intelligence test is designed to provide basic idea about an individual's mental ability. ഒരു വ്യക്തിയുടെ മെന്റൽ എബിലിറ്റി എന്തോരമുണ്ട്, എത്രയാണ് എന്ന് നമ്മൾ കണ്ടെത്താനാണ് ഇന്റലിജൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ബുദ്ധി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്താ പറയാ മെന്റൽ പവർ എന്തോരമുണ്ട് നമ്മൾ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. In simple words, these tests evaluate the various human behavior in an effective manner in comparison to any other device. നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവരുടെ റീസണിങ്ങും സ്കില്ലും ഇന്റലിജൻസ് കമ്പയർ ചെയ്യാൻ പറ്റും. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന വ്യക്തിക്കായിരിക്കും ഇന്റലിജൻസ് ഓട്ടോമാറ്റിക്കലി കൂടുതൽ. ഓക്കെ, അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ സെലക്ട് ചെയ്യുന്നു. These tests provide professionals with a standard way to compare the performance of an individual with another. അപ്പോ ഈ ഞാൻ പറയും കമ്പയർ ചെയ്യുന്നു പറഞ്ഞല്ലോ പെർഫോമൻസ്. അപ്പൊ പ്രൊഫഷണൽസ് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു ഇൻഡിവിജ്വലിനെയും മറ്റൊരു ഇൻഡിവിജ്വലിനെയും നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഹു ബിലോങ്സ് ടു സെയിം ഏജ് ഗ്രൂപ്പ്. ഇപ്പൊ സെയിം കോളേജിൽ നിന്ന് സെയിം ഡിഗ്രി ഉള്ള 2 പേര് വന്നു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ 2 പേർക്കും പെർഫെക്റ്റ് ആയിട്ടാണ്. 2 പേരും എന്താണ് 100 ഔട്ട് ഓഫ് 100 മാർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളും സെലക്ഷൻ ഇന്റർവ്യൂ ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്തപ്പോൾ 2 പേര് സെയിം മാർക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇന്റലിജൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. ഇന്റലിജൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ ഏത് വ്യക്തിക്കാണോ ഏറ്റവും കൂടുതൽ ഇന്റലിജൻസ് ഉള്ളത് അവരായിരിക്കും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണത്. സോ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിനെ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. These tests give factual data on cultural and biological difference among the people as well. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫാക്ച്വൽ ഡാറ്റ കറക്റ്റ് ഫാക്ട്
ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇന്റലിജൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ വ്യക്തിയുടെ ഇന്റലിജൻസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ ഓൾസോ കോൾഡ് മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ്. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ മറ്റൊരു പേരെന്താണ്? നോട്ട് ചെയ്ത് വെച്ചോട്ടോ, മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, നോട്ട് ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും? മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ് എന്നും ഒരു പേരുണ്ട്. These tests are assigned by the most of the employers. സാധാരണയായിട്ട് ഈ ടെസ്റ്റ് അസൈൻ ചെയ്ത കുറെ എംപ്ലോയീസ് ഈ ടെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അസൈൻ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഈ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നേവി, ആർമി, എയർഫോഴ്സ് ആൻഡ് മെനി പ്രൈവറ്റ് ഓർഗനൈസേഷൻസ്. കൂടാതെ പ്രൈവറ്റ് ഓർഗനൈസേഷനും മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ നേവിയുടെ ഒക്കെ എക്സാം എഴുതിയിട്ടുണ്ടോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസോ അങ്ങനെ ആരെങ്കിലും നേവിയുടെ ഒക്കെ എന്തൊരു എക്സാം എഴുതിയിട്ടുണ്ടോ? ഈ ഇടയ്ക്ക് കഴിഞ്ഞല്ലോ ആരെങ്കിലും? ഓക്കെ, എന്നാ ഇങ്ങനൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് അവിടെ മെക്കാനിക്കൽ എബിലിറ്റി ആൻഡ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. These tests are used by the employer during the phase of job application, and doing well in these tests means the candidate is capable of job he is looking for. അപ്പോ ഈ ഒരു ടെസ്റ്റ് പാസ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന് ആ ജോബ് ലുക്ക് ചെയ്യുന്ന ജോബ് നമുക്ക് കിട്ടും, കേപ്പബിൾ ആണ്, പെർഫോം ചെയ്യാനായിട്ട് ഓക്കെ ആണ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. Every candidate seeking a new job in mechanical field or promotion to new position, ഒരു പുതിയ ജോബിലേക്ക് നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഈ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ എക്സാം കണ്ടക്ട് ചെയ്യണം, കണ്ടിട്ട് എഴുതണം. അതിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ. നമുക്ക് നേവിയുടെ ഒരു എന്താണ് പ്രൊമോഷൻ സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, എക്സാം എഴുതേണ്ടതായിട്ട് വരും. എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പ്രൊമോട്ട് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് റിക്വയർഡ് ടു പാസ് ദിസ് ടെസ്റ്റ് ബിഫോർ ഹി ഈസ് ഓഫേർഡ് ദ ജോബ്. ആ ജോബ് ഓഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ടെസ്റ്റ് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തിരിക്കണം. അപ്പൊ ഒരു പുതിയതായിട്ട് ഒരാൾ ജോബിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും സീക്ക് ചെയ്യാം കാൻഡിഡേറ്റ്സ് ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോർമലി മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, അത് പാസ്സാവണം. ഇനി ഇവിടെ പ്രൊമോഷൻ ആണെങ്കിൽ പോലും ന്യൂ പൊസിഷനിലേക്ക് പ്രൊമോഷൻ ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം, നമ്മൾ ഈ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ജോബ് ഓഫർ കിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നതെങ്കിൽ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് മെക്കാനിക്കൽ എബിലിറ്റി ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സാധാരണയായിട്ട് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നേവി, ആർമി, എയർഫോഴ്സ് ഒക്കെയാണ്. ഈ വഴി പുതിയതായിട്ട് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലും പ്രൊമോഷന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഈ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമുക്ക് ആ ജോബ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി സൈക്കോ മോട്ടോർ ടെസ്റ്റ് ആണ്. ചില ജോബുകൾക്ക് ഫിസിക്കൽ എബിലിറ്റീസ് പറയാറുണ്ട് ഇല്ലേ? നമ്മളിപ്പോ ഫോഴ്സ് റിലേറ്റഡ് നമുക്ക് പറയാം. പോലീസ് ഒക്കെയാണെന്ന് വിചാരിക്കും, പോലീസ് ജോബുകളാണെന്ന് വിചാരിക്കും. ഫോഴ്സിലേക്കുള്ള ജോബ് ആവട്ടെ, എന്താവട്ടെ, ഫോഴ്സിലേക്കുള്ള ജോബ് ആണെങ്കിൽ നമുക്ക് ഫിസിക്കൽ സൈക്കോ മോട്ടോർ എബിലിറ്റി ടെസ്റ്റ് ചെയ്യും. നമ്മൾ റണ്ണിങ്ങും ഇതേപോലെ കുറെ കാര്യങ്ങൾ എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അത് നോക്കാം. Psychomotor tests are considered for evaluating the capability of an individual with respect of a particular job. നമുക്ക് ആ ജോബ് പെർഫോം ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സൈക്കോമോട്ടോർ ടെസ്റ്റ്. This test also helps in taking any decision on mental skill and motor ability and some other qualities. നമ്മൾ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെന്റൽ സ്കിൽ അവിടെ വെരിഫൈ ചെയ്യുന്നുണ്ട്. മോട്ടോർ എബിലിറ്റി നമുക്ക് കൈകളും കാലുകളൊക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് ചലനശേഷി ചെക്ക് ചെയ്യുന്നുണ്ട്. ഓൾസോ അതർ ക്വാളിറ്റീസും കൂടി ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. Where an individual need to use his muscular movements. അപ്പൊ മസ്കുലാർ മൂവ്മെന്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് നല്ല രീതിയിൽ കൺട്രോൾ കോർഡിനേഷൻ ഉണ്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോമോട്ടോർ ടെസ്റ്റിൽ ചെക്ക് ചെയ്യാറുണ്ട്. These tests are used to select the workers for semi-skilled labor jobs such as packing, testing, examination, assembling, etc.
ജസ്റ്റ് ഒരു എക്സാമ്പിൾ അവർ പറയുന്നതാണ് കേട്ടോ. സെമി സ്കിൽഡ് ജോബ്സും ലേബർ ജോബ്സിനൊക്കെ വേണ്ടിയിട്ട് ഇതേപോലത്തെ ടെസ്റ്റ് ഒക്കെ ഓക്കെയാണ്. സൈക്കോമോട്ടർ സ്കില്ലൊക്കെ ഉള്ളവരെയാണ് കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അധ്വാനം കൂടുതലുള്ള ജോബുകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോമോട്ടർ എബിലിറ്റി ചെക്ക് ചെയ്തിട്ടാണ് എടുക്കാറ്. ഇനി സൈക്കോമോട്ടർ എബിലിറ്റി വേറൊരു സ്ഥലത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്? ഈ പോലീസ് അല്ലെങ്കിൽ ഫോഴ്സിലേക്കുള്ള ജോബിനും നമ്മൾ ഈ സൈക്കോമോട്ടർ എബിലിറ്റി ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇൻഡിവിജ്വൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അവർക്കിപ്പോ ഒരു കള്ളന ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ അങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആളെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്പീഡൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ടെസ്റ്റുകളില്ലേ. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? PSC ഈ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നമ്മള് ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മള് ഇന്റലിജൻസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷനും കൂടി കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഈ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് അല്ലെ? ഫിസിക്കൽ ടെസ്റ്റ് അങ്ങനല്ലേ വരുന്നത്? എനിക്ക് ആ ഓർഡർ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. മേ ബി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്നുവെച്ചാല് പോലീസിന്റെ PSC കേസിലാണ് ഞാൻ പറഞ്ഞത്. 5 മിനിറ്റ് കേട്ടോ. ഓക്കെ കേട്ടോ. അപ്പൊ നമ്മൾ സൈക്കോമോട്ടർ ടെസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഫോഴ്സിലേക്കുള്ള ജോബിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എന്താണ് സൈക്കോമോട്ടർ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ക്ലറിക്കൽ ജോബുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ജോബുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്ത്? ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. These tests are designed with the purpose of recognizing such candidates who are capable of working actively and perfectively in administrative roles. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. Any mistake in billing, accounting or shipping information may cause a big loss to the organization. നമുക്കറിയാലോ, നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ കാര്യത്തിലോ ബില്ലിങ്ങിന്റെ കാര്യത്തിലോ ഷിപ്പിംഗ് ഇൻഫർമേഷന്റെ കാര്യത്തിലോ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അത് നമ്മളുടെ ഓർഗനൈസേഷന് ഭയങ്കര ലോസ് ആയിരിക്കും. സോ നമ്മൾ ക്ലറിക്കൽ ജോബിലേക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോബിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ. ഓർഗനൈസേഷൻ യൂസ് ദിസ് ടെസ്റ്റ് by hiring the people for clerical jobs, cashier, warehouse workers, bank staff, etc. അപ്പൊ ഓർഗനൈസേഷൻ ക്ലറിക്കൽ ജോബുകളിലേക്കും അതേപോലെ കാഷ്യർ, വെയർഹൗസ് വർക്കേഴ്സ്, ബാങ്ക് സ്റ്റാഫിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. മാത്തമാറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. മെഷറിംഗ്, കമ്പ്യൂട്ടേഷൻ, കമ്പ്യൂട്ടറൈസേഷൻ, സ്പെല്ലിംഗ്, കോപ്പിയിങ്, കോംപ്രിഹെൻഷൻ എന്ത് വരുന്നുണ്ട്? ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരാറുണ്ട്. LD ക്ലർക്കിന്റെ എക്സാം എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ബാങ്കിലെ ക്ലർക്കിന്റെ എക്സാം എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ നമ്മുടെ എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലംസ് ഉണ്ടാവും ഒക്കെ ഉണ്ട്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത്രയും എന്താ പറയാ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ എന്ന് പറയുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോളിലേക്ക് സെലക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആ ഒരു വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം. അങ്ങനത്തെ ഇൻഡിവിജ്വൽസിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യേണ്ടത്. അതിനു വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ യൂസ് ദിസ് ടെസ്റ്റ് വൈൽ ഹയറിംഗ് പീപ്പിൾസ് ഫോർ ക്ലറിക്കൽ ജോബ്സ്, കാഷ്യർ, വെയർഹൗസ് വർക്കേഴ്സ്, ബാങ്ക് സ്റ്റാഫ്, എക്സെട്ര. ബാങ്ക് സ്റ്റാഫിലേക്ക് അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഈ ഒരു ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. But higher concentration and accuracy are more important. ഈ വർക്കുകൾക്ക് ഹൈ കോൺസെൻട്രേഷനും ആക്യുറസിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. This test evaluate particular ability required for official work. ഈ ടെസ്റ്റ് എന്താ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഓരോ വ്യക്തിയുടെയും എബിലിറ്റീസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവർ ഒഫീഷ്യൽ വർക്ക് ചെയ്യാനായിട്ട് അവരുടെ എബിലിറ്റീസ് എങ്ങനെയാണ്, അത് ഓക്കെ ആണോ എന്നുള്ളതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദിസ് ടെസ്റ്റ് മേ ഇൻക്ലൂഡ് സ്പെല്ലിംഗ്,
copying, computerization, computation, word measuring, comprehension, etc. ഇതായിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. These tests are variable in nature. വേരി ചെയ്യുന്നുണ്ട് ഓരോ ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ആ ടെസ്റ്റുകളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. These tests are variable in nature due to the variety of job requirements. Job requirements അനുസരിച്ച് ഈ ടെസ്റ്റുകളിലും വേരി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പറഞ്ഞത് എന്തായിരുന്നു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരുന്നു. അതില് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ്, പിന്നെ മെക്കാനിക്കൽ ടെസ്റ്റ്, സൈക്കോമോട്ടോർ ടെസ്റ്റ്, ദെൻ അറ്റ് ലാസ്റ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റലിജൻസ് എത്രയുണ്ട്, ആ ഒരു വ്യക്തിയുടെ ഇന്റലിജൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യാണ്. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എബിലിറ്റി ആണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഫിസിക്കോ മോട്ടോർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ എബിലിറ്റിയും അതേപോലെ മെന്റൽ എബിലിറ്റിയും മോട്ടോർ എബിലിറ്റിയും ഒക്കെയാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർഗനൈസേഷൻ സംബന്ധിച്ച് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് ഓക്കെ ആണോ, അവർ പെർഫെക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. 4 ടെസ്റ്റുകളൊന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്ത് നോക്കാട്ടോ. ഏതെങ്കിലും ടെസ്റ്റില് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ഓരോന്നും ക്ലിയർ ആയിട്ട് തന്നെ പോവാട്ടോ. പിന്നെ മാർക്ക് ചെയ്ത പോയിന്റ്സ് ചെക്ക് ചെയ്യാട്ടോ. എടാ അതില്ലേ സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വ്യക്തിയുടെ ആ ഒരു പേഴ്സണിന്റെ എബിലിറ്റി ആണ് നമ്മളവിടെ ചെക്ക് ചെയ്യുന്നത്. ഫിസിക്കൽ മൂവ്മെന്റ്സ് എങ്ങനെയാണ്, ഓക്കെ ആണോ, അതേപോലെ സ്പീഡ്, ആക്യുറസി ഓഫ് റിയാക്ഷൻ, അതേപോലെ മെന്റൽ എബിലിറ്റി, മോട്ടോർ സ്കിൽസ്, മോട്ടോർ ഫങ്ഷൻസ്, ഫൈൻ മോട്ടോർ കോർഡിനേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, സൈക്കോമോട്ടോർ ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് നമുക്ക് എന്താ പറയാ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ജോബ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ജോബിലാണ് നമ്മൾ സൈക്കോമോട്ടോർ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഇതിന്റെ എക്സാമ്പിൾ ഇപ്പൊ പോലീസിന്റെ ജോബ് അതങ്ങനെയാണല്ലോ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലാണ്. മേ ബി നമ്മള് ഒരു എന്താ പറയാ ഒരു തീഫിനെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോ ക്യാച്ച് ചെയ്യേണ്ടതായിട്ട് വരും, റൺ ചെയ്ത് ഓടിപ്പോയി പിടിക്കേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെ നമ്മൾ സ്പീഡ് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റണ്ണിങ് സ്പീഡ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവരവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ജോബിനനുസരിച്ചും അതിൻ്റെത് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഇനി ഇതിന്റെ സൈക്കോമോട്ടോർ സ്കില്ലിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് സെമി സ്കിൽഡ് ജോബ്സ് ഓർ ലേബർ ജോബ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാല് അത് എക്സാമ്പിൾ ചുമട്ട് തൊഴിലാളികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചുമട്ട് തൊഴിലാളികൾ കേട്ടിട്ടുണ്ടോ? ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്റ്റാഫുകളെ കുറിച്ചിട്ട്
അപ്പൊ ഈ ലോഡിങ് ആൻഡ് അൺലോഡിങ് സ്റ്റാഫുകൾക്ക് അത് പെർഫോം ചെയ്യാനുള്ള എബിലിറ്റി വേണം ഇല്ലേ, അത് പെർഫോം ചെയ്യാനായിട്ടുള്ള എനർജി വേണം. അതുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു ക്ലാരിഫൈ ചെയ്ത് തന്നെ പോവാം. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാട്ടോ. ഓക്കെ, നമ്മള് നെക്സ്റ്റ് ടെസ്റ്റ് ആണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുമ്പ് പാസ്റ്റിൽ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരുടെ എബിലിറ്റി ഓൾറെഡി ആ ഒരു വ്യക്തി അക്യൂർ ചെയ്തിട്ടുള്ള എബിലിറ്റി നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഫോക്കസ് മോർ ഓൺ സ്പെസിഫിക് ഇൻഫർമേഷൻ ഫ്രം സ്റ്റഡിയിങ് പർട്ടിക്കുലർ സബ്ജക്ട്. നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇപ്പൊ ഞാൻ കൊമേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് പഠിച്ചിട്ടുള്ളെങ്കിൽ എന്റെ എബിലിറ്റി അവരെങ്ങനെ ചെക്ക് ചെയ്യാം, മേ ബി അക്കൗണ്ട്സിനോ അല്ലെങ്കിൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എനിക്ക് എക്സാമിന് വരുന്നത്, അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ടെസ്റ്റിന് വേണ്ടി ചോദിക്കുന്നത്. നമ്മൾ എന്താണോ പഠിച്ചിട്ടുള്ളത് ആ ഒരു ഫീൽഡിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന്. അച്ചീവ്മെന്റ് it is a standard test which evaluate the knowledge level of an individual in a specific field. ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് இந்த അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. അത് എന്ത് ഇവാലുവേറ്റ് ചെയ്യണേ, നോളജ് ലെവലാണ്. ആ ഒരു ഇൻഡിവിജ്വലിന്റെ നോളജ് എന്തോരം ഉണ്ട്, ആ ഒരു സ്പെസിഫിക് ഫീൽഡിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് എന്തോരം നോളജ് ഉണ്ട്. ഇപ്പൊ ഒരു അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് വരുന്നെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ചോദിക്കും. മേ ബി ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ചോദിക്കാം. അറിഞ്ഞൂടെ ഗോൾഡൻ റൂൾസ്? കൊമേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓക്കെ, അപ്പൊ ഗോൾഡൻ റൂൾസ് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ സ്പെസിഫിക് ഫീൽഡിനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. കമ്പയർഡ് ടു aptitude test which aims at evaluating individual capability to learn like maths, geography, science. നമ്മൾ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് മാത്സിൽ എന്തോരം നോളജ് ഉണ്ട്, ജോഗ്രഫിയിൽ എന്തോരം നോളജ് ഉണ്ട്, സയൻസ്, ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡിൽ അവരുടെ നോളജ് എന്താണെന്നാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് രണ്ട് രീതിയിലുണ്ട്. ജോബ് നോളജ് ടെസ്റ്റും വർക്ക് സാമ്പിൾ ടെസ്റ്റും ആണ്. ജോബ് നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പെസിഫിക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ആ ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ജോബ് നോളജ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലെക്ചറിനെ, ജൂനിയർ ലെക്ചർ ആണ്, ഒരു സീനിയർ ലെക്ചറിനുള്ളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ജോബ് നോളജ് ടെസ്റ്റ് വന്നു. കൂടുതലായിട്ട് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ എന്ന് വിചാരിക്കട്ടെ. അപ്പൊ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ബാങ്കിങ് ലോസ്, ബിസിനസ് മാനേജ്മെന്റ്, HR മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ എന്താണോ ജോബ് ഉദ്ദേശിക്കുന്നത് ആ സ്പെസിഫിക് ജോബിന് റിലേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ജോബ് നോളജ് ടെസ്റ്റ് ഇവാലുവേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ നോളജ് ലെവൽ pertaining to specific job. ആ ഒരു സ്പെസിഫിക് ജോബ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഒരു ജോബിന് വേണ്ട നോളജ് എത്രയാണ് എന്നാണ് നമ്മളിവിടെ വാലുവേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇതിന് എല്ലാത്തിനും എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എ ജൂനിയർ ലെക്ചർ submit an application form for the senior lecturer in commerce department. ജൂനിയർ ലെക്ചർ ചെയ്തു, ഒരു സീനിയർ ലെക്ചറിനുള്ള ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തു. He is supposed to take the test of job related knowledge. എന്തായാലും അദ്ദേഹം ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ടെസ്റ്റ് ചെയ്യണം. വേർ ഹി മേ റിക്വയർ ആൻസർ സം അക്കൗണ്ടൻസി പ്രിൻസിപ്പിൾസ്. നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ അക്കൗണ്ടൻസി പ്രിൻസിപ്പിൾസ് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ബാങ്കിങ് ലോസ്, ബിസിനസ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ജോബ് നോളജ് ടെസ്റ്റ്. ആ ഒരു ജോബ്, ആ ഒരു പർട്ടിക്കുലർ ജോബിനെ കുറിച്ചിട്ട് നമ്മുടെ ആ പൊസിഷൻ എന്താണ്, ആ ഒരു ജോബിനെ കുറിച്ചിട്ടായിരിക്കും നമ്മുടെ നോളജ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോബ് നോളജ് ടെസ്റ്റ്. ഇനി വരുന്നതാണ് വർക്ക് സാമ്പിൾ ടെസ്റ്റ് ആണെന്ന് വിചാരിക്കും. ഞാൻ ഇവിടെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത സമയത്ത് ഞാൻ
സാമ്പിൾ അയച്ചു കൊടുത്ത കാര്യം പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. ഓൺലൈനായിട്ട് ഒരു 1.5 ഇയേഴ്സ് മുമ്പാണ് ഞാൻ ഇവിടെ ഈ നമ്മുടെ സ്മാർട്ട് സ്ട്രീം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത്. ആ ടൈമിൽ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരു ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നത് ഒരു വീഡിയോ ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ഓൺലൈനായിട്ട് റെക്കോർഡ് ചെയ്ത് വീണ്ടും റെക്കോർഡ് ചെയ്ത് ഒരുപാട് പെർഫെക്ഷൻ ഒക്കെ ആക്കിയിട്ടായിരുന്നു അന്ന് എന്ത് ചെയ്തത് സെൻഡ് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് അത് ഓക്കെ ആയതിനു ശേഷം ഞങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം വീണ്ടും ഞങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. സീനിയേഴ്സ് ഉണ്ട്, ടീച്ചറും അതേപോലെ തന്നെ ട്രീസാനസ് ഒക്കെ സീനിയേഴ്സ് ആണ്. അപ്പോ 4 ഇയേഴ്സ് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ടീച്ചേഴ്സ് ആണ് അവര്. അപ്പൊ അവരൊക്കെ ആയിരുന്നു ഞങ്ങൾ ട്രെയിൻ ഒക്കെ ചെയ്തത്. അപ്പൊ വർക്ക് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ആക്ച്വൽ വർക്ക് തന്നെ നമുക്ക് അസൈൻ ചെയ്ത് തരും. എന്ന് വെച്ചാല് കറക്റ്റ് ആയിട്ട് ഇപ്പോ എന്താണ് ലെക്ചറിന്റെ ഒരു എക്സാമ്പിൾ അല്ല അവർ പറഞ്ഞത്. ആ ലെക്ചറിന്റെ പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണമെങ്കിൽ ഒരു ക്ലാസ്, ഒരു ഡെമോ ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറയും. നിങ്ങൾ BEd കഴിഞ്ഞവരൊക്കെ ഡെമോ ക്ലാസ് BEd എടുക്കുന്ന ഒരു ഡെമോ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാറുണ്ട്. BEd ചെയ്യുന്ന കുട്ടികൾക്ക് ഡെമോ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാറുണ്ട്, ടീച്ചേഴ്സ് ചെയ്യാറുണ്ട്. അപ്പൊ വെച്ചാല് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഡെമോ ക്ലാസ്. അല്ലെങ്കിൽ നമ്മളിപ്പോ ആ ടീച്ചേഴ്സ് ജോബ് ആണെങ്കിൽ നമ്മളോട് ഡെമോ ക്ലാസ് ചെയ്ത് കാണിച്ചു കൊടുക്കാനൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇനിയിപ്പോ അക്കൗണ്ട്സ് ട്രെയിനിയുടെ ജോബ് ആണെന്ന് വിചാരിക്കും. നിങ്ങൾ അക്കൗണ്ട്സ് ട്രെയിനിയുടെ ജോബ് ആണെങ്കിൽ നമുക്ക് ശരിക്കും അക്കൗണ്ട്സ് ട്രെയിനിയുടെ ജോബ് വരുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള വർക്ക്, ആക്ച്വൽ വർക്ക് എന്താണോ ആക്ച്വൽ വർക്ക് തന്നെ നമുക്ക് അസൈൻ ചെയ്ത് തരും. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് വർക്ക് സാമ്പിൾ ടെസ്റ്റ്. This test involves assigning a part of actual work to the candidates in the form of a test. നമ്മൾ ആക്ച്വൽ വർക്ക് തന്നെ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്ത് കൊടുക്കും, അസൈൻ ചെയ്ത് കൊടുക്കും. ആൻഡ് ദ കാൻഡിഡേറ്റ്സ് ഇസ് റിക്വയർഡ് ടു ഡു ഇറ്റ്. ആ ഒരു കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആ ഒരു വർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് വരും. For example, if an individual is applying for a vacancy of management lecturer, he may ask to deliver lecture on the management information system as a work സാമ്പിൾ ടെസ്റ്റ്. അപ്പൊ ഒരു മാനേജ്മെന്റ് ലെക്ചറിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാനേജ്മെന്റ് ആ ലെക്ചറിനോട് നമ്മൾ ആസ്ക് ചെയ്യും ഒരു ലെക്ചർ എടുത്തു കൊടുക്കാനായിട്ട്. എന്തിനെ കുറിച്ച്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ച് ഒരു വർക്ക് സാമ്പിൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലെക്ചർ ഡെമോ ക്ലാസ് എടുക്കാൻ പറയാറുണ്ട്. Therefore, the success of an individual in his career evaluate on the basis of knowledge pertaining to the job and the actual work experience. നമ്മളൊരു വ്യക്തിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത്, അദ്ദേഹത്തിന്റെ നോളജ് എന്തോരമുണ്ട്, ജോബ് നോളജ്, ആ ഒരു ജോബ് പെർഫോം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ നോളജ് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ആക്ച്വൽ വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണ്. വർക്ക് സാമ്പിൾ ടെസ്റ്റിലൂടെ അദ്ദേഹം ആക്ച്വൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത്, ഈ 2 കാര്യങ്ങൾ നോക്കൂ. ഇതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. നമ്മൾ ജോബ് നോളജും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, ആക്ച്വൽ വർക്ക് എക്സ്പീരിയൻസും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. 2 ടെസ്റ്റിലൂടെയാണ് ഈ 2 കാര്യങ്ങളും ചെയ്യുന്നത്. ഫസ്റ്റ് ജോബ് നോളജ് ടെസ്റ്റും നെക്സ്റ്റ് വർക്ക് സാമ്പിൾ ടെസ്റ്റും. ഒന്ന് റീഡ് ചെയ്തേ, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണെന്ന് റീഡ് ചെയ്തേ എല്ലാവരും. ഓക്കെയോ? റീഡ് ചെയ്ത് നോക്കിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. എല്ലാവരും റീഡ് ചെയ്തു.
നമ്മള് ഇനി നോക്കുന്നത് സിറ്റുവേഷണൽ ടെസ്റ്റ് ആണ് കേട്ടോ. ഇനി നോക്കാൻ പോകുന്ന ടെസ്റ്റിന്റെ പേര് എന്താണ്? സിറ്റുവേഷണൽ ടെസ്റ്റ്. നമ്മള് ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന രണ്ട് ടെസ്റ്റുകളാണ് സിറ്റുവേഷൻ ടെസ്റ്റിലെ ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഒരു സിറ്റുവേഷൻ ആക്ച്വൽ സിറ്റുവേഷൻ തന്നിട്ട് നമ്മൾ അതിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് അവർ വാലുവേറ്റ് ചെയ്യും. അതിനുവേണ്ടി കണ്ടക്ട് ചെയ്യുന്ന രണ്ട് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ബാസ്കറ്റ് ഇൻ ബാസ്കറ്റ്. ഓക്കെ, നോക്കാം. Situation tests are designed so that the person's natural response can be observed in real life condition. അവരുടെ റിയൽ ലൈഫ് കണ്ടീഷനിൽ എങ്ങനെയാണ് അവരുടെ നാച്ചുറൽ റെസ്പോൺസ് എന്നുള്ളത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിറ്റുവേഷണൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. These tests are based on assumption of locating people into a practical situation. ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ അവരെന്ത് ചെയ്യും, ആ പീപ്പിൾസിനെ ആ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് അതിന്റെ റെസ്പോൺസ്, എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ വാലുവേറ്റ് ചെയ്യും. ഒബ്സർവിംഗ് ദ റിയാക്ഷൻ ഇൻ ഓർഡർ ടു ലേൺ ഹൗ ദ പീപ്പിൾ റെസ്പോൺസ് ടു ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തിയുടെ എന്താ പറയാ റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. ദിസ് ടെസ്റ്റ് എക്സ്പോസ്, ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ഫ്രസ്ട്രേഷൻ എങ്ങനെയാണ്. ഒരു വ്യക്തിക്ക് ഒരുപാട് ടാസ്കുകൾ കൊടുത്തിരിക്കുകയാണ്, മേ ബി ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രസ്ട്രേഷൻ എങ്ങനെയാണ്, എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ആവേശം എങ്ങനെയാണ്, നിരാശ എങ്ങനെയാണ്, സ്ട്രെസ് എങ്ങനെയാണ്, അതേപോലെ മോണോട്ടോമി ആൻഡ് അതർ സം സിറ്റുവേഷൻസ് സോ ഹാസ് ടു എക്സ്പ്ലിറ്റ് ദെയർ പേഴ്സണാലിറ്റി ട്രെറ്റ്സ്. അവരുടെ സ്വഭാവ എന്താ പറയാ ഗുണങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്, സിറ്റുവേഷണൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, അതേപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഏത് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ദീസ് ടെസ്റ്റ് ആർ ടൈം കൺസ്യൂമിംഗ് ആൻഡ് കോസ്റ്റ്ലി. ഈ രണ്ട് സിറ്റുവേഷൻ ടെസ്റ്റും എന്താണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ്. This test can be categorized into following types. മെയിൻ ആയിട്ട് സിറ്റുവേഷൻ ടെസ്റ്റ് രണ്ട് ടൈപ്പ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. Generally, group discussion is used to manage this test by resolving a problem. Group discussion നമ്മൾ ഒരു പ്രോബ്ലം കൊടുക്കും, ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമോ അവർക്ക് അസൈൻ ചെയ്യും, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. മേ ബി വലിയ കമ്പനീസിലൊക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കൊരു പ്രോബ്ലം അസൈൻ ചെയ്ത് തരും, നമ്മളത് എങ്ങനെ സോൾവ് ചെയ്യുന്നത് എന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പറയും. എന്നിട്ട് നമ്മളുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെ ഒപ്പീനിയൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ദാറ്റ്സ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് ഒരുമിച്ച് ഇരുന്നാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ കാൻഡിഡേറ്റ്സ് ആർ ഇവാലുവേറ്റ് ഇൻ സെവറൽ ഏരിയാസ് ലൈക്ക് ഇനിഷ്യേറ്റീവ്സ്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ആരാണത് സ്റ്റാർട്ട് ചെയ്യാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ആരാണത് ലീഡ് ചെയ്യുന്നത്. നല്ല ഈ ഒരു ഗ്രൂപ്പിനെ നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്, ഐഡന്റിഫൈ ചെയ്യാം. സജസ്റ്റിംഗ് മീനിങ് ഐഡിയാസ്, നല്ല മീനിങ് ആയിട്ടുള്ള ഐഡിയാസ് ആരാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഓരോ വ്യക്തികളും നമ്മൾ ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്തോരുണ്ട്. ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ സപ്പോസ് ഞാൻ ഗ്രൂപ്പ് ഡിസ്കഷന് പോയി, അതിൽ 9 മെമ്പേഴ്സ് സംസാരിക്കുന്നത് ഫുള്ളി ഇംഗ്ലീഷിലാണ്, നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. ഞാൻ മാത്രം ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാന്ന് വിചാരിക്കും, എനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് അവിടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറഞ്ഞില്ലേ, അത് അവർ ഐഡന്റിഫൈ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കും. അതേപോലെ കോർഡിനേഷൻ ആൻഡ് കൺക്ലൂഡിങ് സ്കിൽസ് ഒക്കെ എങ്ങനെയാണെന്ന് ഓരോ വ്യക്തിയുടെയും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു മെത്തേഡാണ് ഇത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോ ഓരോരുത്തർ ആരാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് മീനിങ് ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇന്റർപേഴ്സണൽ സ്കിൽസ് എങ്ങനെയുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെയുണ്ട്, കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്, അതേപോലെ കൺക്ലൂഡിങ് സ്കില്ല്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു വ്യക്തി ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വേണ്ട ഒരു കാൻഡിഡേറ്റ്സിന് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു സിറ്റുവേഷൻ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവരോട് പറയും. മേ ബി അവരുടെ കമ്പനി ഫേസ് ചെയ്യുന്ന ചിലപ്പോൾ റിയൽ സിറ്റുവേഷനോ റിയൽ പ്രോബ്ലം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഇൻ ബാസ്കറ്റ്. ഇൻ ബാസ്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ലെറ്റേഴ്സ്, ആക്ച്വൽ സെൽഫോൺ ഓർ ആക്ച്വൽ ടെലഗ്രാഫിക് മെസ്സേജ്, കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ്, അക്കൗണ്ട്സ് സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇൻഡിവിജ്വൽസിനെ കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്ത് ചെക്ക് ചെയ്യിപ്പിക്കുന്നു. അതാണ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയാം. കൊമേഴ്സുകാർക്ക് അറിയാൻ പറ്റും, നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും.
അറിയോ? കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്? ഇല്ല. ബാങ്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും തമ്മിൽ മാച്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ കൊമേഴ്സുകാരുണ്ട് ഇവിടെ, അല്ലെങ്കിൽ അക്കൗണ്ട്സ്. ഓക്കെ, ജസ്റ്റ് നമ്മള് ക്യാഷ് ബുക്ക് ബാലൻസും അതേപോലെ പാസ്ബുക്ക് ബാലൻസും തമ്മിൽ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അക്കൗണ്ട്സ് ട്രെയിനുകളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. ചിലപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളായിരിക്കും, അത് അവർ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ രണ്ട് ബുക്കുകളും തമ്മിൽ ടാലി ആവും. അപ്പൊ അത് അവരെങ്ങനെ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യിക്കുന്നതിനാണ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് എന്ന് പറയും. നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യിച്ച് അവർ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. ഇതിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? ഇൻ ബാസ്കറ്റ് ടെസ്റ്റ്. നോക്കാം. In this type of test, candidates are provided with actual letters, cell phone, telegraphic message, report, and other requirement by the officers of the organization include proper information regarding the job and the organization. Organization കുറിച്ചിട്ടും അതിന്റെ ജോബിനെ കുറിച്ചിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യും. The candidate must use in basket information to make a decision based on the requirement outlined in the message. ആ മെസ്സേജ് പറഞ്ഞവര് കൊടുത്ത ഇൻഫർമേഷൻസ് അനുസരിച്ച് നമ്മൾ ഡിസിഷൻസ് എടുത്താണ്. ഇതിനെയാണ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കോൾ സെന്റേഴ്സിലൊക്കെ നമ്മൾ പുതിയതായിട്ട് ട്രെയിനിനെ ട്രെയിൻ ചെയ്യുമ്പോൾ സെൽഫോൺ ആക്ച്വൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനോട് അവർ ഹാൻഡിൽ ചെയ്യിപ്പിക്കും. ഇതിനത് റെക്കോർഡ് ചെയ്യും. അവര് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും സെലക്ട് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. ദാറ്റ്സ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റ്. സിറ്റുവേഷൻ ടെസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേ. സിറ്റുവേഷൻ ടെസ്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റ്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നാൽ ഗ്രൂപ്പിൽ ഒരു പ്രോബ്ലം കൊടുത്തത് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് എല്ലാ മെമ്പേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് നമുക്ക് ഇനിഷ്യേറ്റീവ് സ്കിൽസ്, ലീഡിംഗ് സ്കില്ല്, സജസ്റ്റിംഗ് മീനിങ്ഫുൾ ഐഡിയാസ് ആരൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള ഡാറ്റാസ്, ആക്ച്വൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കണേ എന്ന് ചെക്ക് ചെയ്യും. ഇതാണ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി സിറ്റുവേഷൻ ടെസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? സിറ്റുവേഷണൽ ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ടെസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. നെക്സ്റ്റ് ടെസ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആർ ഇൻവെന്ററീസ് ഓഫ് ഓൾ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ഓഫ് ദി കാൻഡിഡേറ്റ്സ്. ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തെല്ലാമാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു.
pertaining to their work, അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള occupation റിലേറ്റഡ് ആയിട്ടുള്ള ഹോബീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കാണ്. The main object of this test is to identify the candidate's disinterest in the job offered to him. അദ്ദേഹത്തിന് ഓഫർ ചെയ്ത ജോബ് ഇൻട്രസ്റ്റഡ് ആണോ ഡിസ്ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ടു ഡിസൈഡ് upon the area in which candidates showing the interest. അതേപോലെ തന്നെ ആ കാൻഡിഡേറ്റ്സ് ഏത് ഏരിയയിലാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഈ ഒരു ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. This test has a assumption that interest of the candidates in the job highly correlated with the success of the job. ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റും ആ ഒരു ജോബിന്റെ ഒരു എന്താ പറയാ ആക്ഷനും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. കാരണം ആ ഒരു ഇഷ്ടമുള്ള ജോബിൽ നമ്മൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് ചെയ്യും, ഇഷ്ടമല്ലാത്ത ജോബ് നമ്മൾ എങ്ങനെ ചെയ്യും, കഷ്ടപ്പെട്ട് ചെയ്യും. കഷ്ടപ്പെട്ട് ചെയ്യുന്നതും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് ആസ്വദിച്ച് തന്നെ ചെയ്യും. ടീച്ചിങ് അത്ര ഇഷ്ടമല്ലാത്ത ഒരാളെ കൊണ്ട് നമ്മൾ ടീച്ച് ചെയ്യുകയാണെങ്കിൽ അത്ര എന്താ പറയാ അത് അവർക്ക് ഭയങ്കര വലിയ ടാസ്ക് ആയിട്ട് തോന്നും. മേ ബി അത് ഹെവിയർ ആയിട്ടുള്ള ടാസ്ക് ആണെന്ന് അവർ ഫീൽ ചെയ്യും. സോ നമ്മളൊരു കാര്യം ഒരു അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണോ ഇഷ്ടക്കേടുണ്ടോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Interest inventory are more accurate and generally accurate ആയിരിക്കും, കുറച്ചുകൂടി accurate ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇൻട്രസ്റ്റിൽ വരുന്നത്. It will not vary after the age of 30. ജസ്റ്റ് ഒരു ബോട്ടാണ്. 30 വയസ്സ് കഴിഞ്ഞിട്ട് മാറ്റങ്ങൾ വരുന്നതിനെ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയില്ല. 30 വയസ്സ് കഴിഞ്ഞിട്ട് മാറ്റങ്ങൾ വരാത്ത കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് ബുക്ക് റീഡിങ് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. മേ ബി അവർക്ക് പേഷ്യൻസ് കൂടുതലായിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ ആണ്, ഇതിന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. ഇതിന് ഇൻഡസ്ട്രി ഏരിയയിൽ ഒരു കാൻഡിഡേറ്റ്സ് ബുക്ക് റീഡിങ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അവർ ഒരുപാട് നേരം ആ ഒരു ബുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലെ. നല്ല കോൺസെൻട്രേഷൻ വേണം. നല്ല രീതിയിൽ വേറെ ഒരു കാര്യത്തിലും ഡിസ്റ്റർബ്ഡ് ആവാണ്ട് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ഉള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒത്തിരി റീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അവർക്ക് ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല ഹെവി ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതേപോലെ നമുക്കിപ്പോ ഫീമെയിൽസിന് എടുക്കാം. മെയിൽസ് ഫീമെയിൽസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫീമെയിൽസ് ആണെങ്കിൽ ഡെസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് ഇഷ്ടം. ഒരു സ്ഥലത്ത് ഇരുന്ന് അല്ലെങ്കിൽ ഒതുങ്ങിയിരുന്ന് ചെയ്യുന്ന ജോലികളാണ് ഇഷ്ടം. പക്ഷെ പുരുഷന്മാർക്ക് സൂപ്പർവൈസിങ് റോൾ അല്ലെങ്കിൽ ഓടി നടന്നൊക്കെ ജോലി ചെയ്യണമെങ്കിൽ ഇഷ്ടമായിരിക്കും. അവർക്ക് രണ്ടുപേരുടെയും ഇൻട്രസ്റ്റുകൾ വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ജോബ് നമ്മൾ അവരെ എന്ത് ചെയ്യാം, അസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, ആ വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് എന്താണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്നൊന്ന് റീഡ് ചെയ്ത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്താണെന്ന് റീഡ് ചെയ്ത് നോക്കി. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റ് analyze the individual closely to get an idea about his value,
സിസ്റ്റം, ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതിലും എന്തൊക്കെ കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്, അതായത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ ആണോ, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, പെരുമാറ്റം എങ്ങനെയാണ്, മൂഡ്സ് എങ്ങനെയാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ, അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ റിലേഷനിലൊന്നും ജോബ് കൊടുക്കാൻ പറ്റില്ല. ഭയങ്കര പേഷ്യൻസ് ഉള്ളവരെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കസ്റ്റമർ ഹാൻഡിലിംഗിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഓൾ ഓഫ് ദം മേ ബി എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ്, നമുക്ക് ഇതെല്ലാം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൽഫ് കോൺഫിഡൻസ്, സ്കിൽസ്, ഇമോഷണൽ കൺട്രോൾ, ഹോപ്പ്ഫുൾനെസ്, സെർറ്റിനിറ്റി, ഫ്രണ്ട്ലിനെസ്, കൺസിസ്റ്റൻസി, ഒബ്ജക്റ്റിവിറ്റി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് സെൽഫ് കോൺഫിഡൻസ്? നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ സ്കിൽസ് നോക്കാം. ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണോ, പ്രതീക്ഷയുള്ള വ്യക്തിയാണോ, സെർറ്റനിറ്റി ഉണ്ടോ, ഒരു സ്ഥിരത, സെർറ്റൻ ആണോ ആള്, ഫ്രണ്ട്ലിനെസ് ഉണ്ടോ, പെരുമാറ്റത്തില് മറ്റുള്ളവരോട് ഫ്രണ്ട്ലിനെസ്സോട് കൂടിയാണ് പെരുമാറുന്നത്, കൺസിസ്റ്റൻസി ഉണ്ടോ, സ്ഥിരതയുണ്ടോ, ഒബ്ജക്റ്റിവിറ്റി ഉള്ള ഒരു വ്യക്തിയാണോ, ടോളറൻസ്, സഹിഷ്ണുത ഉള്ള ഒരു വ്യക്തിയാണോ, ഫിയർ, എല്ലാ പുതിയതായിട്ട് കാര്യം ചെയ്യാനായിട്ട് ഭയമുള്ളവരാണോ, അല്ലെങ്കിൽ നല്ല ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ആളാണോ, ഡൗട്ട്ഫുൾ ഉണ്ടോ, എല്ലാ കാര്യത്തിലും ഡൗട്ട് ഉള്ള ഒരാളാണോ, ജഡ്ജ്മെന്റ് എടുക്കാൻ ഓക്കെ ആണോ, ഡിസിഷൻസ് എടുക്കാനായിട്ട് ആൾ ഓക്കെ ആണോ, ഡൊമിനൻസ് ഉണ്ടോ, ആധിപത്യം സ്ഥാപിക്കുന്ന ടൈപ്പ് ആളാണോ, സബ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കീഴിന ഒക്കെ ആയിട്ട് സബ്മിറ്റ് അങ്ങനെ പോകുന്നവരാണ്. സ്പോണ്ടിനിറ്റി എന്ന് വെച്ചാൽ എങ്ങനെയാണ്, റിയലിറ്റി വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ, ഫെയിംനെസ്, ഓക്കെ. ഇതെല്ലാം എബിലിറ്റീസ് നമ്മൾ എവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഇവാലുവേഷൻ നോക്കുന്നത്. ദിസ് ടെസ്റ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ഫോളോയിങ് ടൈപ്സ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ടെസ്റ്റ് ജനറലി കൺസിസ്റ്റ് ഓഫ് എ ക്വസ്റ്റ്യനെയർ പോലെ ആയിരിക്കും. മേ ബി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനോ ട്രൂ ഓർ ഫോൾസോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസോ ഒക്കെ ആയിരിക്കും. നമ്മൾ ആൻസർ ചെയ്യും. ലാസ്റ്റ് ഈ ഡാറ്റ ആൻസർ ചെയ്യുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാൻഡിഡേറ്റ്സിന്റെ ക്യാരക്ടർ അസൈൻ ചെയ്യണം. These tests are prepared in structured form as the subject is having limited choice available to answer any questions. അധികം ചോയ്സ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദീസ് ടെസ്റ്റ് ആർ ഫോക്കസ് ഓൺ ഇവാലുവേറ്റിംഗ് മെന്റൽ എബിലിറ്റി. നമ്മൾ ഈ ടെസ്റ്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ മെന്റൽ എബിലിറ്റി ഇവാലുവേഷൻ ആണ്. ആൻഡ് ഇൻഡിപെൻഡൻസ്, ആൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണോ, സബ്മിഷൻ ആണോ, കാര്യങ്ങൾ പറഞ്ഞാലോ ഒക്കെയാണ് നമ്മുടെ ഇതിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണോ, സെൽഫ് കോൺഫിഡൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇനി പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് കൊടുക്കുന്നത് ഇപ്പോ ഫിലിമിലേക്ക് ഓഡീഷൻ കേട്ടിട്ടുണ്ടാവുമല്ലേ നിങ്ങൾ, ഫിലിംസിലേക്കൊക്കെ ഓഡീഷൻ കണ്ടക്ട് ചെയ്യാറില്ലേ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹീറോയിനെയും എന്തായാലും പറയാം വർക്ക്ഷോപ്പോ അങ്ങനെ കണ്ടക്ട് ചെയ്യില്ലേ, ഇല്ലേ? ആ സമയത്ത് നമ്മൾ ടാസ്ക് അല്ലേ നമ്മൾ ആ ഒരു പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഇൻസിഡന്റ് പറയും, നമ്മൾ അതൊരു പെർഫോം ചെയ്ത് കാണിക്കാൻ പറയും. ചിലപ്പോ ക്ലിയറോ പെർഫെക്റ്റ് ആയിട്ടൊന്നും പറയുന്നത്. ഒരു ഫാമിലിയില് എന്താ പറയാ, ഭാര്യയും ഭർത്താവും കൂടി വഴക്കിടുന്നതാണ് സിറ്റുവേഷൻ. ആ സമയത്ത് വൈഫിന്റെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറയും. അത്രയും പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതെങ്ങനെ പ്രകടിപ്പിക്കണം, അത് ദേഷ്യത്തോട് പ്രകടിപ്പിക്കണോ, അല്ലെങ്കിൽ സങ്കടത്തോടെ പ്രകടിപ്പിക്കണോ, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ട് മനസ്സിൽ അങ്ങനെ എങ്ങനെ വേണം എന്നുള്ളത് ആര് സെലക്ട് ചെയ്യും, ആ ഒരു നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നോക്കാട്ടോ. പ്രൊജക്റ്റീവ് ടെസ്റ്റ് പ്രൊവൈഡ് ആൻ അൺസ്ട്രക്ചേർഡ് ടാസ്ക്, ക്ലിയർ അല്ലാത്ത രീതിയിൽ ടാസ്കുകൾ തരും. ആൻഡ് ആസ്ക് ദ കാൻഡിഡേറ്റ് to take a decision by utilizing the test prompt, which may be value or unclear ഓ വാല്യൂ അല്ലാത്ത രീതിയിലായിരിക്കും നമുക്ക് ടെസ്റ്റ് വരുന്നത്. മേ ബി അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും നമുക്ക് അസൈൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, എന്തായാലും ക്ലിയർ ഉണ്ടാവില്ല, എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം. The candidates might be required to answer what he or she receiving in a block of link in a piece of paper to create a story from the card showing crazy picture of some people who are particular environments such as surgical board. അപ്പോ ഒരു എന്തോ പേപ്പറിൽ കുറച്ച് ലിങ്ക് ഇട്ടിട്ട് അത് പീസ് ഓഫ് പേപ്പറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെ കുറിച്ച് സ്റ്റോറി പറയാനായിട്ട് പറയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മള് സ്റ്റോറി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. This test is based on assumption that manner of
structuring and interpreting the given unclear test stimuli will represent basic character of the individual personality. അപ്പോൾ നമ്മൾ കുറച്ച് അസംഷനിലേക്ക് പുറത്താണ് അവരോട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറയുന്നത്. അൺക്ലിയർ ആയിരിക്കില്ല ഈ ടെസ്റ്റ്, എന്നാൽ പോലും ആ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി നമുക്ക് അതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സൈക്കോളജിക്കൽ ഫങ്ഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. And thus it disclose his or her needs, nervousness, conflict. അപ്പൊ സ്വന്തം നീഡ്സ് എന്താണ്, നെർവസ്നെസ് മനസ്സിലാക്കാൻ പറ്റും. പേടിയുള്ള ആളാണോ, ഇതിൽ കോൺഫ്ലിക്റ്റ് ഉള്ള പ്രശ്നമുള്ള ആളാണോ എന്നൊക്കെ നമുക്ക് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. Therefore, projective test evaluate the personality of the individual in an indirect way. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഇൻഡയറക്റ്റ് വേയിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടാസ്ക് അസൈൻ ചെയ്തിട്ട് ആൾ ആ ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. ആ ടാസ്ക് മേ ബി ക്ലിയർ ആവാം, അൺക്ലിയർ ആവാം. അയാളുടെ പേഴ്സണാലിറ്റി ആണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ് മാത്രം ഇത്തിരി ടഫാണ് അല്ലെ? മനസ്സിലായോ? നിങ്ങളൊരു ഇത് നോക്കുക, എന്താണ് ഒഡീഷന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫിലിമിലേക്കുള്ള ഹീറോയിനെ സെലക്ട് ചെയ്യാണ്. ഹീറോയിനോട് ടാസ്ക് പറഞ്ഞു, ആ ടാസ്ക് അവരെങ്ങനെ പെർഫോം ചെയ്ത് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ഹീറോയിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അത് അവരുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ക്യാരക്ടറൊക്കെ നമുക്ക് ആ ഒരു പെർഫോമൻസിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൾ പേടിച്ചിട്ടുണ്ടോ, ആൾ നെർവസ്നെസ് ആണോ, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടോ, കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും ഉണ്ടോ, പിന്നെ അതൊക്കെ നമുക്ക് ആളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. ടെസ്റ്റ് സെലക്ഷൻ ടെസ്റ്റില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്ത സെലക്ഷൻ ടെസ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ. നല്ല രീതിയിൽ റീഡ് ചെയ്യുക, റീഡ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, Thank you, ma'am. Thank you, ma'am. താങ്ക് യു ഓൾ.